ഹായ് മക്കളെ, ഓൾ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതിയല്ലോ. ഇനിയുള്ള സമയങ്ങളിൽ എല്ലാതും കൂടി വലിച്ചു വാരി പഠിക്കാമെന്ന് പറയുമ്പോൾ സാറേ നിങ്ങൾക്കും അറിയാലോ, എനിക്കും അറിയാടാ, ഞാനിത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞില്ല. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊന്നും നമുക്കത് കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആഗ്രഹങ്ങളും പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യവും മുന്നിൽ കണ്ടിട്ട് തന്നെ നമ്മൾ തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിൽ മക്കളെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇതിലുള്ള ടോപ്പിക്കുകൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കേണ്ടി വരും. പിന്നെ വാട്ട് ആർ ദ ബോറോഡ് പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന ഓൾറെഡി കടമെടുത്ത ഭരണഘടനയാണല്ലോ, അത് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ്. പിന്നെ വാട്ട് മീൻ ബൈ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അധികാരം, ആ അധികാരം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതിന് ചെറിയ ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കുള്ളൂ, ഇല്ല എന്നല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി സെക്കൻഡ് ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നന്നായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ കഴിഞ്ഞ ഏതോ ക്രിസ്മസ് എക്സാമിന് എന്തോ ചോദിച്ചിട്ടില്ല, പക്ഷേ എന്തോ എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി വേരിയസ് റിട്ടുകൾ ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി. സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന വിവിധ റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുക. ഹൈക്കോടതിയും സുപ്രീം കോടതികളും പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഏതൊക്കെയാണെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ ഇത് നന്നായിട്ട് നോക്കണേ. പേന ഇത് നന്നായിട്ട് വെക്കണേ. അത് പോസ്റ്റ് സിസ്റ്റം കണ്ടതാ, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ PR, ഇത് രണ്ടും നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ തമ്മിലുള്ള വ്യത്യാസം, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് നോക്കി വെക്കണം. പിന്നെ മൂന്നാമത്തെ അതിൽ നോക്കേണ്ടത് എക്സ്പ്ലെയിൻ ദി മേജർ സജഷൻസ് ഓഫ് ഇലക്ട്രൽ റിഫോംസ് ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ഇനി നാലാമത്തെ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നോക്കേണ്ടത് അധികാരങ്ങളാണ്. ആരുടെ? പ്രസിഡന്റിന്റെ ഫങ്ഷൻസും പവേഴ്സുകളും, അതായത് അധികാരങ്ങളും അതുപോലെ തന്നെ ധർമ്മങ്ങളും വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെയും, അപ്പോൾ നോക്കണേ, പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും, ഇവരിൽ ആരുടെയെങ്കിലും എന്തായാലും ചോദ്യമുണ്ടാവും. പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും ഫങ്ഷൻസും അതുപോലെ തന്നെ അവരുടെ പവറുകളും നോക്കി വെക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, അതായത് സിവിൽ സർവീസിൻ്റെ ആ ഒരു ഘടനകളുടെ എല്ലാം 3 സ്ട്രക്ചർ, ഓൾ ഇന്ത്യ സർവീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ സാധനം അഖിലേന്ത്യാ സർവീസ്, പിന്നെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, എന്ത് സെൻട്രൽ സർവീസ്, ആ 3 ഇതുണ്ടല്ലോ, അതാണ് സ്ട്രക്ചർ, അത് നോക്കി വെക്കണം. ഇനി ലെജിസ്ലേച്ചറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. പിന്നെ പാർലമെൻറ്റ് എങ്ങനെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്, ഹൗ ഡസ് ദി പാർലമെൻറ്റ് കൺട്രോൾ ദി എക്സിക്യൂട്ടീവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ജുഡീഷ്യറി 6ാമത്തെ ചാപ്റ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ഒരു രാജ്യത്തെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ കോടതി സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. എക്സ്പ്ലെയിൻ ഹൗ ഡസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി, അതായത് ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെ ഉറപ്പാക്കുന്നുവെന്ന് വിശദീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്, സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ വിശദീകരിക്കുന്നു. വാട്ട് മീൻ ബൈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇതെന്ത് ചെയ്യണം നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫെഡറലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് 3 ലിസ്റ്റുകളിൽ ഡിവിഷൻ ഓഫ് പവറുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവരിൽ ഏതൊക്കെ പവറുകളാണ് പെടുന്നതെന്ന് എന്ത് ചെയ്യണം നന്നായിട്ട് നോക്കി വെക്കണം. ഇനി ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 73, 74 ഭരണഘടനാ ഭേദഗതി, അതിനെപ്പറ്റി ഷുവറാണ്, SA ക്വസ്റ്റ്യൻ ആണ്. 73, 74 ഭരണഘടന SA ക്വസ്റ്റ്യൻ ആണ്. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ ഭരണഘടന, അതായത് ഡോക്യുമെൻ്റ് എന്നുള്ള സംഭവത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ഉള്ളതെന്ന് നോക്കി വെക്കാം. ഇനി 10ാമത്തെ ചാപ്റ്റർ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രത്തിൽ നോക്കേണ്ടത് എന്തൊക്കെയാണ്, ഫിലോസഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി, ആ ചാപ്റ്ററിൽ അത് മാത്രം നോക്കിയാൽ മതി. ഇനി പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ 11ാമത്തെ ചാപ്റ്ററിൽ വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി, എന്തിനു വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് എന്നുള്ള, രാഷ്ട്രീയ സിദ്ധാന്തം എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കി വെക്കാം. 12ാമത്തെ ചാപ്റ്ററിലോട്ട് ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് എന്താണ് ഹാം പ്രിൻസിപ്പിൾ, അത് ആരാണ് കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങളും അത് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഇത് ഓരോരുത്തരുടെ ബുക്കുകളാണ്, അത് നന്നായിട്ട് പഠിക്കണം. എക്സാമിന് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തർ ബുക്ക്, അത് ആരുടേതാണെന്നുള്ളത് കൂടി നോക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫ്രീഡം, വ്യത്യസ്ത തലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ,
ഇതൊക്കെ ഉണ്ടോ, നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി എന്നുള്ളത്. ഇനി ഇക്വാലിറ്റിക്ക് വന്നാൽ ഇക്വാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ മക്കളെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സുകൾ പഠിക്കണം, അവകാശങ്ങൾ പഠിക്കണം, വ്യത്യസ്ത ടൈപ്പുകൾ. ഇനി ഇക്വാലിറ്റി സമത്വം അത് വേണമെന്നില്ല. ഇനി ഇവിടെ പഠിക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി, സമത്വത്തിൻ്റെ 3 തലങ്ങൾ ചുരുക്കി വിവരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ 3 ടൈപ്പ് ഇക്വാലിറ്റിയാണ്, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി, എക്കണോമിക് ഇക്വാലിറ്റി കേട്ടോ. ഇനി അത് നോക്കിക്കഴിഞ്ഞ ശേഷം ഓക്കെ, ഇക്വാലിറ്റി എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും, സമത്വം എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും, ഇതൊക്കെ ചോദിച്ചാണ് 4 മാർക്കിന് ചോദിച്ചതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് സോഷ്യൽ ജസ്റ്റിസ് 14ാമത്തത്. അതിൽ നോക്കേണ്ടത് നമ്മൾ ഇതാ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, ഇത് ആരുടെ ബുക്കാണ്? ജോൺ റോൾസ് ആണ്, നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസിൻ്റെ 3 തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കണം. എന്താ കണ്ടോ, ഇതാണ് 3 ജസ്റ്റിസ്, അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മക്കളെ ഇനി ഇത് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ 3 അക്കൗണ്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യട്ടോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് SP_Sahadi, ഇതിൻ്റെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്ന അക്കൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്, ഇതിലാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും വരും കേട്ടോ, പ്രഡിക്ഷൻ വീഡിയോസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു അക്കൗണ്ടായിട്ടുള്ള സൂപ്പർ മാഷ്, ഇതൊന്ന് 3 അക്കൗണ്ട് ഫോളോ ചെയ്യും. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട ഇതിലാണ്. നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും, അതായത് പ്രഡിക്ഷൻ വീഡിയോസും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പിന്നെ സൂപ്പർ മാഷ് എൻ്റെ ഒരു അക്കൗണ്ടാണ്, പറ്റുമെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി അവകാശങ്ങൾ, റൈറ്റ്സ് 15ാമത്തെ ചാപ്റ്ററിൽ നോക്കി കഴിഞ്ഞാൽ അവകാശം കൊണ്ട് എന്താണ് അർത്ഥമാക്കുക അത് നോക്കണമെന്നില്ല. പക്ഷേ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അവകാശങ്ങൾ കേട്ടോ മക്കളെ, ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. പൊളിറ്റിക്കൽ റൈറ്റ്സ്, എക്കണോമിക് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, ഇതിൽ ഏതൊക്കെ റൈറ്റ്സുകളാണ് പെടാന്നുള്ളത് കേട്ടോ. ഇപ്പോൾ വോട്ടവകാശം ഇതിലാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അങ്ങനെ ഓരോ അവകാശങ്ങളുടെ കീഴിൽ വരുന്നത് ഏതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 16ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് എന്നാൽ എന്ത്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇന്ത്യത്തെ ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് ലഭിക്കുക, ജനിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലേ, കല്യാണം കഴിച്ചാൽ കിട്ടുന്നില്ല, അതേപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കട്ടോ. ഇനി അടുത്തത് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്താണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് നാഷൻസ്, അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. എലമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ ആഗോള പൗരത്വം, അതെങ്ങനെയാണ് റെഫ്യൂജീസുകളെ അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്ന്. ഇനി നാഷണലിസം, ഈ ഒരു ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് നാഷണലിസത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണലിസം, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം, അത് നോക്കി വെക്കണം. പിന്നെ 19ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ 18 സെക്കുലറിസത്തിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് അന്തർമതമേധാവിത്വം, ആന്തരിക മതമേധാവിത്വം, ഇൻ്റർ റിലീജിയസ് ഡൊമിനേഷനും ഇൻട്രാ റിലീജിയസ് ഡൊമിനേഷനും നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരാണ് ഇന്ത്യൻ മതേതരത്വം, പാശ്ചാത്യ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സെക്കുലറിസം, വെസ്റ്റേൺ സെക്കുലറിസം, ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കുക. പിന്നെ യെസ്, നമ്മൾ പറയുന്ന മേജർ ക്രിറ്റിസിസം, എക്സ്പ്ലെയിൻ ദി മേജർ ക്രിറ്റിസിസം ലെവൽഡ് എഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം, ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യൻ സെക്കുലറിസം നോക്കണേ മക്കളെ, ഇന്ത്യൻ സെക്കുലറിസം അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന മേജർ വിമർശനങ്ങൾ എന്തൊക്കെയാണ്, ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് കേട്ടോ. ഇനി 19ാമത്തെ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ വയലൻസ്, ഘടനാപരമായ ഹിംസ വിശകലനം ചെയ്യുക, ഇതൊക്കെയാണ് അത് കേട്ടോ. എന്തൊക്കെയാണ് ഹിംസ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വയലൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കേട്ടോ. ഈ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതായത് ഒന്ന് സോഷ്യൽ കോസ്റ്റ്, എന്താണ് സോഷ്യൽ കോസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ അതായത് ഡെവലപ്മെൻറ്റുകളും ഉണ്ടാകുന്ന സാമൂഹിക ചെലവുകൾ, പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ കോസ്റ്റുകൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതും കൂടി എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളെ കൃത്യം 7:00 ലൈവ് ഉണ്ടാവും പൊളിറ്റിക്സിൻ്റെ, അത് മറക്കരുത്. സെറ്റാക്കണം, അടിപൊളിയാക്കണം. ഹാപ്പി.